കൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. അതായത് മകരക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മകരക്കൂറുകാർക്ക് ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന മകരക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ രാഹു, മൂന്നാം ഭാവത്തിൽ ശനി, നാലാം ഭാവത്തിൽ ശുക്രൻ, അഞ്ചാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ആറാം ഭാവത്തിൽ വ്യാഴം, ഏഴാം ഭാവത്തിൽ ചൊവ്വ, എട്ടാം ഭാവത്തിൽ കേതു. ബാക്കിയെല്ലാം ശുദ്ധമാണ്. 7, 9, 10, 11, 12 എന്നീ ഭാവങ്ങളെല്ലാം ശുദ്ധമായി തന്നെ കിടക്കുകയാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് ശനി അനുകൂലത്തിലാണ്, അതുപോലെ തന്നെ ശുക്രൻ അനുകൂലത്തിലാണ്. മറ്റു ഗ്രഹങ്ങളുടെ വിപരീതപരം ഗുണദോഷ മിശ്ര സംബന്ധമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ദോഷമുണ്ട്. ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. ദേഹസംബന്ധമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തൃപ്തികരമായിരിക്കും. അനാരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. രോഗശൈലിയിൽ കിടക്കുന്നവരും അല്ലെങ്കിൽ രോഗശൈലിയിൽ ഇരിക്കുന്നവരും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർക്കെല്ലാം ആശ്വാസം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ പുഷ്ടി വരുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില തർക്ക വിഷയങ്ങൾ വരികയാണെങ്കിലും അതിനെ തരണം ചെയ്തു പോകാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. ഈ സമയത്ത് ആർക്കും കടം കൊടുക്കരുത് എന്നുള്ളത് പറയുന്നത്. കടം കൊടുക്കുകയോ മറ്റുള്ളതൊക്കെ കൊടുക്കുകയോ ധനസംബന്ധമായിട്ടോ അല്ലെങ്കിൽ ആഭരണ സംബന്ധമായിട്ടൊക്കെ താൽക്കാലികപരമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർക്കും കൊടുക്കുകയാണെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. അതേസമയത്ത് വാഹന സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ഉത്തമപരമായിട്ടുള്ള ഫലമാണ് കാണുന്നത്. സഹായ ഹസ്തങ്ങൾ ഇഷ്ടംമാതിരി വരുവാനുള്ള സാധ്യതയും സഹോദര ബന്ധങ്ങൾ ദൃഢമായി പോകാനുള്ള സാധ്യതയും ബുദ്ധിപരമായിട്ടുള്ള ഓർമ്മത ബുദ്ധിയായിട്ടുള്ള സാധ്യത കാണുകയും അക്കൗണ്ട് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നവർക്കെല്ലാം ഉന്നതപരമായിട്ടുള്ള വിജയം കരസ്ഥമാക്കാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. സ്കൂളും വിദ്യാലയ സ്ഥാപനങ്ങളെല്ലാം തുറക്കുന്ന സമയമായതിനാൽ വിദ്യാർത്ഥികൾക്ക് അവരവർ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ ചിലപ്പോൾ കിട്ടാൻ കുറച്ച് കാലതാമസം നേരിടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് മഹാവിഷ്ണുവെങ്കിൽ ദിവസപൂജയോ ത്രികാല പൂജയോ അല്ലെങ്കിൽ യഥാശക്തി പൂജയൊക്കെ നടത്തുന്നത് മൂലം ആ തടസ്സങ്ങൾ മാറി കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവരവർക്ക് ഏത് സബ്ജക്റ്റാണോ ഇഷ്ടപ്പെടുന്നത് ആ സബ്ജക്റ്റിൽ പെടുവാനുള്ളത്. അതുപോലെ വിദേശ സംബന്ധമായിട്ട് പഠനത്തിന് തയ്യാറെടുക്കുകയോ അല്ലെങ്കിൽ സിവിൽ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ ജനസേവന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ പോലീസ് സംബന്ധമായിട്ടുള്ള സേനാധിപത്യം വഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെ കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ല ഒരു ജാഗ്രതയോട് കൂടിയിട്ട് പെരുമാറണം. വിദേശ സംബന്ധമായിട്ട് ജോലിക്കെല്ലാം നമ്മൾക്ക് ക്യാഷ് മുടക്കുകയാണെങ്കിൽ അതിൽ വളരെ ശ്രദ്ധ വേണം. ശ്രദ്ധാപൂർവ്വം പേപ്പറുകളും മറ്റുള്ളതെല്ലാം വായിച്ച് അതുപോലെ തന്നെ ഏജൻറ്റുകൾ നമുക്ക് വിശ്വസിക്കാവുന്ന ഏജൻറ്റുകളാണോ എന്നെല്ലാം ശ്രദ്ധിച്ച് വേണം കൈകാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. ശനി അനുകൂലത്തിൻ്റെ ആണെങ്കിൽ സഹായസ്ഥാനം നിൽക്കുകയാണെങ്കിലും വ്യാഴം അനുകൂലത്തിലല്ല. അത് കാരണമാണ് പറയുന്നത്. അതുപോലെ തന്നെ കടം കൊടുത്തതല്ല തിരിച്ചു കിട്ടുവാൻ വളരെയേറെ പ്രയാസപ്പെടും. ചിലപ്പോൾ തർക്ക വിഷയങ്ങൾ വരുവാനുള്ള സാധ്യത. തർക്ക വിഷയങ്ങളിൽ പെടുകയാണെങ്കിൽ തൽക്കാലം വിട്ടു നിൽക്കുകയാണ് നല്ലത്. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാൻ ഭഗവതി സേവ നടത്തുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ദേഹസംബന്ധമായിട്ട് വല്ല ഓപ്പറേഷനോ മറ്റുള്ള കാര്യങ്ങളോ സർജറികളോ അങ്ങനെ വല്ലത് എന്തെങ്കിലും ഉദ്ദിഷ്ടപരമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം വന്ന് ഇപ്പോൾ നടത്തുവാനുള്ള സമയപരമായിട്ടുള്ളൊരിത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥകളിലെല്ലാം പോകുകയാണെങ്കിൽ ചെറിയ സർജറികൾ ആവശ്യപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഭാഗ്യം പൊതുവെ കുറവായിട്ട് കാണുന്നുണ്ട്. അത് കാരണം ഭാഗ്യസ്വപ്നം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് വളരെ ഉത്തമകരമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാം ഗുണകരമായിട്ടുള്ള കാരണം തൊഴിലിൽ ദോഷങ്ങൾ വരുവാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. തൊഴിൽ മേഖല പുരോഗമിക്കാനുള്ള കാരണമുണ്ട്. അതുപോലെ ധനസംബന്ധമായിട്ടുള്ള വരുമാനം, അതായത് നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു അതിനനുസരിച്ചുള്ള വരുമാനങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ബുദ്ധി കുറവായിട്ടുള്ള നല്ല ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ യാതൊരു ദോഷവും വരുവാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. ലാഭസ്ഥാനം പൊതുവെ ക്ലിയറായിട്ട് തന്നെ കാണുന്നുണ്ട്. വ്യയസ്ഥാനം, അതായത് ചെലവ് കൂടുവാനുള്ള കാണുന്നുണ്ട്. പാഴ്ചെലവ് വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഭവന നിർമ്മാണം മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം ദോഷമില്ല. അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നവർക്കും 2 വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നവർക്കും ആ മേഖലയിൽ പങ്കെടുക്കുന്നവർക്കും ഗുണപരമായിട്ടുള്ള അനുകൂലപരമായിട്ടുള്ള സമയമാണ്. അതിൽ നല്ല മേൽക്കോയ്മകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ മേഖലകളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ടുള്ള
വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഇത്തിരി ദോഷ സമയം തന്നെയാണ്. ബിസിനസ്സിന് ചിലപ്പോൾ ഡൗൺ വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഷെയർ മാർക്കറ്റ് മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഡൗൺ വരുവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ആലോചിച്ച് വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യണം എന്നാണ് പറയുന്നത്. ധനനഷ്ടം വരാതെ നോക്കണം, ആഭരണങ്ങൾ കളവ് പോകാതെ നോക്കണം എന്നുള്ളത് പറയുന്നത്. അത് കാരണം ദൈവാധീനം വർദ്ധിക്കാൻ വേണ്ടി മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം, ഗുരുവായൂർ ദർശനം എന്നിവയെല്ലാം സന്ദർശിക്കുന്നതും പ്രാർത്ഥന നടത്തുന്നതും വളരെ ഉത്തമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. വിഷ്ണു സഹസ്രനാമ ജപം എന്നിവയെല്ലാം നടത്തുന്നത് വളരെ ഉത്തമപരമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ നക്ഷത്രവശാൽ ഉത്തരാട നക്ഷത്രക്കാർ ശിവനെങ്കിൽ ധാരാവിളക്ക് മാല എന്നിവയും, രോഹിണ നക്ഷത്രക്കാർക്ക് സഹസ്രനാമ അർച്ചന, ലളിത സഹസ്രനാമ അർച്ചന ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്നതും അവിടെ നക്ഷത്രക്കാർക്ക് ഭഗവതി സേവ ചൊവ്വാഴ്ച ദിവസം നടത്തുന്നത് വളരെ ഉത്തമപരമായിട്ട് കാണുന്നുണ്ട്. നമസ്കാരം.